കൂടാതെ ഇന്ന് നമുക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോ തന്നെ ആയിരിക്കും. കാരണം ജൂപ്പിറ്റർ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് കളർ ജൂപ്പിറ്റർ കിട്ടിയാൽ കൊള്ളാവുന്ന ഒരു തീമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. സെക്കൻഡ് വണ്ടി നോക്കുന്നവർ കയ്യിലൊതുങ്ങുന്ന ഒരു പ്രൈസ് ആണെങ്കിൽ, അത്യാവശ്യം മൈലേജും കാര്യങ്ങളുള്ള ഒരു ജൂപ്പിറ്റർ വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സെക്കൻഡ് ഓണറായിട്ടുള്ള 2019 മോഡൽ ജൂപ്പിറ്ററാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത്. ഫുൾ ബ്ലാക്ക് കളറിൽ ഒരു ടച്ചപ്പ് പോലും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വണ്ടി. അപ്പോൾ ഈ വിശേഷങ്ങളിൽ കടക്കും മുമ്പ് എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒറ്റ കാര്യം മാത്രമാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മളെന്തിനും ലൈക്ക് ചെയ്യാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തുമ്പോഴാണ് ഇത് സെയിലാവാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നല്ല വണ്ടികൾ നോക്കി നടക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ ഉപകരിക്കും എന്നും കൂടി എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മളെ സമീപിക്കുക. അതിനുള്ള നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ എപ്പോഴും വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ്. അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയെങ്കിൽ നിലവിൽ നമ്മൾ ചെയ്യുന്ന തമ്പനയിൽ അടിഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റത്തെ കമൻറ്റായിട്ട് വിറ്റുപോയി എന്ന് പറഞ്ഞ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത്. ഈ നമ്പർ പ്ലേറ്റുമേക്ക് ആദ്യം നോക്കാം. നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. KL 10 അപ്പം മലപ്പുറം വണ്ടിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. പക്ഷേ മലപ്പുറം വണ്ടിയല്ല. ഇതിൻ്റെ ഫസ്റ്റ് ഓണർ മലപ്പുറത്തായിരുന്നു. ഒരു 6000 കിലോമീറ്ററൊക്കെ ആയപ്പോഴേക്കും ഇദ്ദേഹം വാഹനം എടുക്കുകയും ഇദ്ദേഹത്തിന് ചെറിയ ഷോപ്പാണ്. അതായത് വെറുതെ ഒല്ലൂരൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലേക്ക് ആൾ കാലത്ത് പോവും, തിരിച്ച് വൈകുന്നേരം വരും. അത് മാത്രമാണ് ആളുടെ പരിപാടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ. നിലവിൽ ഇത് തൃശ്ശൂർ വണ്ടിയാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വണ്ടീനെ കുറിച്ച് പറയുവാണെങ്കിൽ വൈസറൊക്കെ അതെ നല്ല കിടുമായിട്ട് ഫുള്ള് ഇത് നീല കളറല്ല, വെയിലടിക്കുന്നതുകൊണ്ടും എന്തോ അതിൻ്റെ ഗ്ലയറിനെ തോന്നുന്നു. ഫുൾ ബ്ലാക്കാണ് വണ്ടി. പക്ഷേ ഇവിടുന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു നീല ഷെയ്ഡ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ വൈസറിൻ്റെ ഭാഗത്ത് തന്നെ വരെ ഒരു നീല ഷെയ്ഡ് വരുന്നുണ്ട്. അത് വെയിലിൻ്റെ ഒരു ഇത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ഫുള്ള് ബ്ലാക്കാണ് കേട്ടോ വണ്ടി. വേറെ കുഴപ്പമൊന്നുമില്ല. ഫുള്ള് വൈസർ 2 ഗ്ലാസ് അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ അതിന് നമ്മൾ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടോയെന്നാണ് ഇവിടെ ആദ്യം നോക്കുന്നത്. ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള തകരാറ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് പിന്നെ ഇപ്പോൾ ഫ്രണ്ടിലേക്ക് മഗ് ഗാർഡിൻ്റെ അവിടേക്ക് വരുവാണെങ്കിൽ ഈ കാണുന്നതാണ് മഗ് ഗാർഡൊക്കെ ഇരിക്കുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി എൻ്റെ ഒരു ഡൗട്ടാണ് ഇവിടെ, നിങ്ങൾക്കിത് ഇവിടെ ഒരു സാധനം തോന്നണ്ട. ഇത്തിരി അകലേന്ന് വരുമ്പോൾ ഒരു ഷെയ്ഡിൽ നിന്നാണ് തോന്നുന്നത്. ഇവിടെ എന്തോ ചെറിയതായിട്ടൊരു ടച്ചപ്പ് ചെയ്ത പോലെ എനിക്ക് ഇങ്ങനെ ജസ്റ്റ് നീങ്ങിയിരിക്കും വേണ്ട അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ആവില്ല. പക്ഷേ അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അകന്നൊന്ന് സൈഡിൽ നിന്ന് ചെരിഞ്ഞൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. അത് മാത്രമാണ് ഒരു സംഭവം ഉള്ളൂ. ബാക്കിയൊക്കെ കമ്പനി പെയിൻറ്റ് തന്നെയാണ് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സൈഡിലൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് എന്തൊക്കെയോ ചെറുവാക്കെ ടച്ചപ്പ് ചെയ്തിട്ടുള്ള പോലെ ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ ഒന്നും ടച്ചപ്പ് ചെയ്തിട്ടില്ല. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിലും ഇവിടെ ഈ താക്കോലിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ സംഭവം ഉണ്ട്. അതെനിക്ക് തോന്നുന്നു താക്കോലൊക്കെ ഇട്ട് ആടിയിട്ട് ഉറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം. പിന്നെ ഈ ജൂപ്പിറ്ററിന് എഴുതിയെടുത്തൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊന്നും തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിലും തുരുമ്പ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിവിടെ അതൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഒന്ന് നന്നായി കഴുകിയാൽ മതിയാവും. വേണ്ട ഇവിടെ ഒന്ന് കഴുകി ഇതൊക്കെ ഒന്ന് നന്നായി കഴുകിയ കളറ് വരുന്നതാണ്. ചെളിയാണ് അതിരിക്കുന്നത്. പിന്നെ അതേ ബാക്കിലേക്ക് വരുവാണെങ്കിലും ഇവിടെ ഒന്നും വലിയ കാര്യമായ കലാപമൊന്നും കാണാനില്ല. ടൈൽ ലാമ്പൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്പർ പ്ലേറ്റൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഗ്രാബ് റെയിലിൻ്റെ അവിടെ ഇങ്ങ് ചെറിയ സ്ക്രാച്ച് കാണുള്ളൂ. എങ്കിലും നല്ല വൃത്തിയുള്ള ഗ്രാബ് റെയിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും കാര്യമായ സ്ക്രാച്ചുകളൊന്നും തന്നെ നമുക്ക് വിസിബിൾ അല്ല. വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്ക് മാത്രമാണ്, അല്ല ഒരു സ്ക്രാച്ച് മാത്രമാണ് ഉള്ളത്. സൈലൻസറിൻ്റെ അവിടേക്ക് വരുമ്പോഴും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇനി ഈ സൈഡ് നോക്കൂ, അവിടെ ഒന്നും വേണ്ട, തീരെ സ്ക്രാച്ച് ഇല്ല കേട്ടോ. ഇനി ഇത് ഈ സൈഡ് നോക്കുവാണെങ്കിൽ ഇതിവിടെ ഒരു ചെറിയ സംഭവം, ഇവിടെ ഒരു സംഭവമാണ്. പിന്നെ വേറെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. അതായത് കംപ്ലൈൻറ്റുകളില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്ന ഒരു ബോഡി പെയിൻറ്റിങ്ങൊക്കെ അത്യാവശ്യം ഒരു 90% നല്ലതാണ്. ഇനിയിപ്പോൾ സീറ്റ് കവർ നോക്കുവാണെങ്കിൽ ഇതിവിടെ മാത്രമാണ് ഒരു എന്താ പറയുക ഒരു കീറലുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയതുണ്ട്. ഒരു സീറ്റ് കവർ പുതിയത് അടിച്ചിടുന്നതായിരിക്കും നമ്മൾ വണ്ടി വാങ്ങുന്നവർക്ക് നല്ലത്. ഇത് മീറ്ററിൻ്റെ അവിടെ നോക്കുവാണെങ്കിൽ 37,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അത് ജെനുവിനാണ്. കാരണം വെച്ചാൽ ആൾക്കൊരു ഞാൻ പറഞ്ഞല്ലോ ഷോപ്പാണ്. വേറെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നരപ്പ് കാര്യങ്ങളൊന്നുമില്ല. നല്ല കളറുണ്ട് കേട്ടോ. വേണം അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കാര്യമായ നരപ്പ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ പ്ലാറ്റ്ഫോമൊക്കെ അടിപൊളിയാണ്. ഇതാണ് വണ്ടിയുടെ ബോഡീനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറയാനുള്ള ഒരു വിശേഷം.
ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ ബാക്കിൽ ഒരു വരയൊക്കെ ഉണ്ട്, പക്ഷേ മാറ്റുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വാഹനം വാങ്ങിയിട്ട് പുതിയതെടുക്കാമെന്നാണ്. ഫ്രണ്ടിൽ അത്യാവശ്യം ഉണ്ട്, 50% മുകളിൽ ഫ്രണ്ട് ടയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് ടയർ മാറ്റുന്നതാണ് നല്ലത്. ജൂൺ മാസം വരെ 2025 ജൂൺ മാസം വരെയാണ് ഇതിൻ്റെ ഇൻഷുറൻസും പൊല്യൂഷനും ഉള്ളത്. സെക്കൻഡ് ഓണറായിട്ടുള്ളൊരു വണ്ടി നിലവിലിരിക്കാനോടെയാണ് ഇരിക്കുന്നത്. ഇനി ബാക്കി വിലയുടെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ മാന്യമായൊരു പ്രൈസിന് തന്നെ നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ പറ്റും. അതിന് മുമ്പായി ദിവസം സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇനി അത് ചില വീഡിയോയിലൊക്കെ അത് മറന്നു പോകാറുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. സംഭവമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അടിപൊളിയാണ്, പതുക്കെയാണ്, വേറെ സംഭവമൊന്നുമില്ല കേട്ടോ. അധികം കുലുക്കം കാര്യങ്ങളൊന്നും ഇല്ല, വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, വേറെ പോരായ്മകളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും എന്നെ വിശ്വസിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് 100% ശരിയാണ്, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊന്നും ഞാൻ അവകാശപ്പെടില്ല. തീർച്ചയായും നിങ്ങൾ വാഹനം നോക്കാൻ വരുമ്പോൾ ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരാളെ കൂടെ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലൊരു കാര്യമായിരിക്കും. എല്ലാ കാര്യങ്ങളും നന്നായി പരിശോധിച്ച് നോക്കുക. എന്നിട്ട് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം മികച്ചൊരു രീതിയിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും. മികച്ചൊരു പ്രൈസിൽ തന്നെ ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വില പറയുന്നത് വെറും 49,000 രൂപയാണ്. വിലപേശലിന് ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ വിലപേശൽ വേണ്ടാന്നൊക്കെയാണ് ആൾ പറഞ്ഞത്. എങ്കിലും ഇനി വളരെ മൈന്യൂട്ടായ ഒരു ചെറിയ എന്ത് കാര്യത്തിനൊരു വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ. വണ്ടി വന്ന് ഓടിച്ച് നോക്കുക, ഇങ്ങനെ ഭാഗങ്ങളൊക്കെ പക്ക ലെവലാണ്. നിങ്ങളത് ഓടിച്ച് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ വിലപേശൽ സാധ്യമാണോ അല്ലേ എന്നൊക്കെ അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾ വാഹനം സ്വന്തമാക്കി കേട്ടോ. മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങൾ വരുന്നവരെ എല്ലാ വീട്ടുകാരോടും ബൈ ബൈ.